ഉന്നാവോ ബലാത്സംഗ കേസിൽ CBI സമർപ്പിച്ച ഹർജി ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ദിവസം കൂടിയാണ്. പ്രതി കുൽദീപ് സെൻഗാറിന് ശിക്ഷ മരവിപ്പിച്ച നടപടി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഡൽഹി ഹൈക്കോടതി വിധി യുക്തിഹീനമെന്നാണ് CBIയുടെ വാദം. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന നിലപാടിലാണ് അതിജീവിത. ശരത് ലാൽ വിവരങ്ങളുമായിട്ട് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, ഈ ഉന്നാവോ കേസിലെ പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ അതിജീവിതയുടെ അടക്ക നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോൾ കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ എത്ര കണ്ട് നിർണായകമാണ് ശരത്ത്? എപ്പോഴാകും പരിഗണിക്കുക? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്ന് അടിയന്തരമായി ഈ വെക്കേഷൻ അവധിക്കാല ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ചീഫ് ജസ്റ്റിസ് തന്നെ ഈ അവധിക്കാല ബെഞ്ചിന് നേതൃത്വം നൽകുന്നു എന്നാണ്. ഇത് പതിവിന് വിപരീതമാണ്. സാധാരണ ചീഫ് ജസ്റ്റിസ് ജൂനിയർ ജഡ്ജിമാരാണ് അവധിക്കാല ബെഞ്ചിലേക്ക് ഡെപ്യൂട്ടി ചെയ്യപ്പെടുക. ഈ പ്രാവശ്യം ഈ പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ച് ചീഫ് ജസ്റ്റിസ് തന്നെ ഈ ബെഞ്ചിന് നേതൃത്വം നൽകുന്നു. മൂന്നംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസ് മഹേശ്വരി, അതേപോലെ തന്നെ മറ്റൊരു ജഡ്ജും കൂടി ഈ ബെഞ്ചിലുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഉന്നവ കേസ് വളരെയധികം പ്രതിഷേധങ്ങൾക്കും അതുപോലെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് അതിജീവിതയും കുടുംബവും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും നടത്തിയത്. ഇന്ത്യ ഗേറ്റിനും പാർലമെന്റിലും ജന്തർ മന്ദിറിലുമൊക്കെ കനത്ത പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം കൂടിയാണ് ഇപ്പോൾ CBI അടിയന്തരമായി ഈ ഉന്നാവോ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീൽ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതനുസരിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള അവധിക്കാല ബെഞ്ച് ഈ അപ്പീൽ കേൾക്കുന്നത്. 2017 രാജ്യത്തെ നടക്കിയ ഒരു കൂട്ടബലാത്സംഗം നടന്നത്. ഒരു 17-കാരിയെ BJP സിറ്റിംഗ് MLA നേതൃത്വത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തു എന്നതായ കേസ് 2019 കുൽദീപ് സിംഗിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 7 വർഷം കഴിഞ്ഞ ശേഷം 7 മാസവും കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജയിലിലായിരുന്നു. അതിനുശേഷമാണ് ഡൽഹി ഹൈക്കോടതി കേസിൽ ഇദ്ദേഹത്തിന് അപ്പീൽ പരിഗണിക്കുകയും ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം നൽകുകയും ചെയ്തത്. എന്നാൽ ഇതിനെതിരെ കടുത്ത രോഷമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കളും പെൺകുട്ടിയുടെ അമ്മയും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും സ്ത്രീ പക്ഷപാതികളും ഉയർത്തിയിരിക്കുന്നത്. എന്നാലും ഇന്നത്തെ സുപ്രീം കോടതി വിധി സേതുലക്ഷ്മി വളരെ നിർണായകമാണ്. കാരണം ഹൈക്കോടതി വിധിയെ ഏത് രീതിയിൽ സുപ്രീം കോടതി നോക്കിക്കാണുന്നു എന്നത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും സേതുലക്ഷ്മി. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏവരും ഈ കേസിൽ ഇന്നത്തെ ദിവസം ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. ഹൈക്കോടതി വിധിയിൽ എന്താവും സുപ്രീം കോടതി എടുക്കുന്ന നിലപാടെന്ന്. അതിൽ ഏറ്റവും പ്രധാനം ഈ കേസ് ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതും കൂടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ആ കാര്യങ്ങളൊക്കെ വരിക എന്ന്.